ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. സത്യത്തിൽ ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അല്ല, ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു സമയവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് റീലും ഷോർട്സും ആയിട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എഗെയിൻ വി സ്റ്റാർട്ടഡ്. ഓക്കെ, ദെൻ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണ്ട. എനിക്ക് ക്ലാസ് ഇല്ല. മിസ്റ്റർ ശരത് കുമാറിന് ഇന്ന് ജോലിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തും അഖിൽ ബ്രോയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. ഇഡലി സാമ്പാർ ചമ്മന്തി, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡലിയും സാമ്പാറും സെറ്റായി. ഇനി അവർ ഫ്രഷ് തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. എഗെയിൻ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ബാക്കി കാണാം. ഓക്കെ, ഈ അവി വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ചായക്ക് പാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ചോറിന് വേണ്ടിയിട്ടുള്ളത് അരി സെറ്റ് ചെയ്തു. ചമ്മന്തിക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ കോക്കനട്ട്. തേങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഡലി ഫുള്ളായി. ദെൻ സാമ്പാർ ഈസ് ഓൾസോ റെഡി. ഫിലിവാസിലൂടെ അവരെ നോക്കാം. ഇവിടെ ബസ് വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും ആ ബസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ വീടിൻ്റെ, നമുക്ക് ബാൽക്കണി ഒന്നുമില്ല. ഇത് ബസ് പോകുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ബസ്സുണ്ട്. എവറി 20 മിനിറ്റ്സിൽ ആ ബസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമുക്ക് ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ജനൽ തുറന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഇതാണ്. മെയിൻ റോഡ് തന്നെയാണ്. ഇവിടുന്ന് ഒരു ഡയറക്ഷനിലേക്ക് ബസ്സുള്ളൂ. ഈ ഒരൊറ്റ ഡയറക്ഷനിലേ ബസ്സുള്ളൂ. ഇത് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മിക്കവാറും അവർ ഈ ബസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ബസ് സ്റ്റോപ്പ് അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഹലോ ഗായ്സ്, അവരെത്തി. എന്റെ പ്രേക്ഷകർക്കൊരു ഹായ് പറയും. ആണോ? നോക്കാം. വെൽക്കം ആൻഡ് ഹോം. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ച് ഞങ്ങളെ ഓടുകയാണ്. ബസ് വരാനുള്ള സമയം ഇല്ല. ഇനി ആദ്യത്തെ കുറച്ചും കൂടെ ഉള്ളായിരുന്നു. എന്നിട്ട് മൂടും കുത്തി വീഴാൻ. ഫസ്റ്റ് നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമല്ലോ. അടുത്തതിൻ്റെ അടുത്ത് ഞങ്ങൾ 2 സ്റ്റോപ്പ് ഇപ്പറ ഇറങ്ങി. ഇനി കാർത്തൂനെ ഒരു ആമസോൺ കൊറിയർ റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അത് ഇവിടെ DHLന്റെ കൊറിയർ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്തിട്ട് ഞങ്ങളിവിടെ അടുത്തൊരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്. എക്സാക്ട് പാർക്ക് അതിനോടടുത്ത് പാർക്കും ഉണ്ട്. പക്ഷെ കാണാനൊരു നല്ല പ്ലേസാണ്. DHLനെ ലക്ഷ്യം വെച്ച്, DHL കൊറിയർ സർവീസിനെ ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നീ പോയിട്ടാ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. കാത്തു വരും. അവരകത്തോട്ട് പോയിട്ടുണ്ട്. കാണുന്നതാണ് നമ്മുടെ ലിഡിൽ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങളിവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. കഴിഞ്ഞോ? വിളിക്കാൻ എന്തായിരുന്നു? അങ്ങോട്ടാണോ? കൊറിയർ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് DHL കൊടുത്തു. ഇനി ഇവിടെ നിന്ന് എസ്മാൻ എടുത്തിട്ട് ഞങ്ങൾ ഒരു 2 സ്റ്റോപ്പ് അപ്പുറം ഉലറ്റാൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മിക്കപ്പോഴും ട്രെയിനിലിരിക്കുമ്പോൾ കാണാറുണ്ട് അവിടെ സൈഡിലായിട്ടൊരു ബിൽഡിങ്, ഒരു പാലസ് പോലത്തെ ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങും അതിൻ്റെ ചുറ്റും കുറേ മരങ്ങളും ഒക്കെ നിൽക്കുന്നതായിട്ടൊരു കാണാൻ നല്ലൊരു പ്ലേസ് ആണ് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞു. സ്പ്രിങ് തുടങ്ങാറായി. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായോ ഒക്കെ ഒന്ന് നോക്കി കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി അങ്ങനെ
ഞങ്ങൾ 4 പേരും കൂടി പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ എസ്ബാൻ സ്റ്റേഷൻ. എവിടെയോ വായി നോക്കുന്ന അഖിൽ, എന്നെ അല്ല വായി നോക്കുന്ന അഖിൽ, എന്റെ ഇപ്പുറത്തൊരു പെണ്ണിരിപ്പാണ്, അവളെ വായി നോക്കുന്ന അഖിൽ. അവരുടെ കസിനെ ഫോൺ വിളിക്കുന്ന ശരത്ത്. എമ്പുരാന്റെ കഥ പറയുക അവര്, കസിനെ വിളിച്ചിട്ട് എമ്പുരാൻ കഥ പറയുന്ന ശരത്തും വൈഷ്ണവിയും. ഇതെന്താണെന്ന് നമുക്കും അറിയില്ല, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതെപ്പോഴും എസ്ബാനിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ കിട്ടാറുണ്ട് അവിടെ നിന്ന്. അപ്പം ലോങ് വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഇവിടെ ഒന്ന് വരണം എന്ന്. ഇത് ആക്ച്വലി കൊള്ളാം. ഇതെന്താന്ന് ഒന്ന് നോക്കണം. കൊള്ളാം, നമുക്ക് നടക്കാനും. അത് മാത്രമല്ല സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട്. സൈക്കിളിന് പോകാൻ പറ്റിയ, സൈക്കിൾ റൈഡിനൊക്കെ പോകാൻ സമ്മർ ആകുമ്പോഴത്തേക്കും സൈക്കിൾ റൈഡിനൊക്കെ പോകാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് തോന്നി. അപ്പം സ്പ്രിങ് സ്റ്റാർട്ടായതേ ഉള്ളൂ, അതുകൊണ്ട് ആ ചെടികളൊന്നും വലുതായിട്ട് പൂത്തിട്ടില്ല. അവിടെ എവിടെയൊക്കെ പൂക്കളുണ്ട്. നമ്മുടെ പരിപാടി ഇങ്ങോട്ട് നോക്കുക. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാണ് ഇന്നത്തെ പരിപാടി. അതാണോ പരിപാടി? ഇവിടെ ഒരു ഫാമുണ്ട്, പിന്നെ ഒരുപാട് ഗാർഡൻ ഹൗസുകളുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവരെ വന്ന് താമസിക്കാറുണ്ട്. ഈ ഒരു നേച്ചറും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഈ ഒരു നേച്ചറും ഒക്കെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഗാർഡൻ ഹൗസുകൾ ഇവിടെ ഉണ്ട്. കാണിക്കാതെ മുഖം കാണിക്കി കുതിരേ. കുതിരേ ഇതൊക്കെയാണ് ഈ ഫാം ഹൗസുകൾ. അവർ നമ്മളെ നോക്കുമെന്ന് അറിയത്തില്ല. നമ്മളെ അവർ മൈൻഡ് പോലും ചെയ്തില്ല. അവർ നമ്മളെ മറന്നു എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഒളിഞ്ഞു നോക്ക. പെരിയത് ചീറ്റിപ്പോയി. അവര് നമ്മളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ബെസ്റ്റ്, അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളെന്താ ഞങ്ങളെ അന്വേഷിക്കാന്നേ? ഞങ്ങൾ ഒളിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ ഞങ്ങളെ അന്വേഷിക്കുവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതിന് നമ്മൾ പേരിട്ടു. ഇതാണ് അഖിൽ. ചർച്ചിനെ വിളി. ചർച്ചൊന്നും അതേ അകത്തുനിന്ന് ഒരാൾ എത്തി നോക്കുന്നു. ചർച്ചെന്ന് വിളിച്ചപ്പോ നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട്.
കാണുന്നതാണോ ഇതിനെ? എന്ത് ഭംഗിയാ നോക്കിയതിനെ. ആ ഈ ഒരു പക്ഷിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇത് ഏത് പക്ഷിയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഇത് നോക്ക്, ശരിക്കും വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ കയറാൻ പേയ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അവർ. നമ്മളിവിടെ കയറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട്, കോയിൻസോ എന്തുമായാലും നമുക്ക് പറ്റുന്നൊരു എമൗണ്ട് അവിടെ ഇടാം. അല്ലാതെ അവർ നിർബന്ധമായിട്ട് ഫീസൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണ് ഗൈസ്? നമ്മൾ ഇന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തു ഗൈസ്. നമ്മൾ ഇന്ന് ഇനി കുറച്ച് ബീഫ് വെക്കാന്ന് വിചാരിച്ചു. കുറച്ച് ബീഫ് പ്ലസ് പിന്നെ ഞങ്ങള് ഇന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ച് വൈകിട്ട് ചില്ലിയാണ്. എല്ലാവർക്കും ആഗ്രഹം ബീഫ് കഴിക്കാം. ബീഫൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ. ശരിക്കും ഇതൊരു ഹോസ്പിറ്റലായിരുന്നു. അത് വളരെ വൈകിയാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ദൂരം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയണ്ട, ഒരു പാലസ്, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ വളരെ കുറച്ച് നേരം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. കാരണം ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അവിടെ നിന്ന് അധികം ബഹളം ഉണ്ടാക്കേണ്ടെന്ന് കരുതി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നേ? അല്ലേ, എനിക്ക് ഇത് നോക്കാനാണ് നമ്മൾ വന്നത്. 799 ഇവിടെ കളക്ഷൻ ഭയങ്കര കുറവ്. ഇവിടെ കളക്ഷൻ ഒട്ടും ഇല്ലല്ലേ. ഡെക്കാത്തലോണിൽ പോയി നോക്കാം. ഡെക്കാത്തലോണിലാണെങ്കിൽ കുറച്ചുകൂടി കളക്ഷൻ ഉണ്ടാവും. നമുക്ക് ട്രയൽ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഫോൺ വാങ്ങിക്കുകയാണോ നിങ്ങൾ? ഞങ്ങളെ വീടിൻ്റെ അതിലേ കൂടെ ഒക്കെ കൊണ്ടുവരണേ. 23 നമുക്ക് ഇത് വാങ്ങിക്കണം. ഇത് നോക്കി, ഇത് പിടി. ഇത് വേണ്ട, നമ്മുടെ വേറെ കളർ ഉണ്ട്. ചുമ്മാ കിട്ടിയപ്പോ ചുമ്മാ കിട്ടുമ്പോ അതിന്റെ നെല്ലിപ്പലക കാണുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ചീനി എന്തോ സാധനം വാങ്ങിക്കാൻ പോയി. ബീഫ്, ചീനിയും ബീഫും, പിന്നെന്തുവാ ചോറ്, പിന്നെന്തുവാ നമ്മള് പുളിശ്ശേരിയോ എങ്കിൽ എന്തെങ്കിലുമൊക്കെ, പയറുതോരൻ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. ചെന്നത് ഇവിടെ വൈകുന്നേരം. വൻ പാചകം നടക്കുവാണ്. വൻ പാചകങ്ങളാണ് ഇവിടെ. അഖിൽ ബ്രോയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പാചകപ്പല. എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്? പിന്നെ
ഓക്കെ. അഖിൽപുരം എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ബീഫ് ഒലത്താണോ? ഒലക്ക്. ഓ, ഇത് വെറൈറ്റി ആണല്ലോ ഇവിടെ. വിഴുക്ക് വരട്ടി. നമ്മള് ബീഫ് വിളമ്പുവാന്നോ? അഖിൽ സ്പെഷ്യൽ ബീഫാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി. അഖിൽ ബ്രോയുടെ വക നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു അത്. കുറേ സംസാരിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ആ ഒരു ഈവനിങ് അങ്ങനെ കഴിഞ്ഞു പോയി. ഹായ് ഗായ്സ്, ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. അൻപോട് കൺമണി എന്ന് പറയുന്ന സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വളരെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.